അഭിലാൽ, ഉച്ചയോടുകൂടി നിലയ്ക്കലിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിച്ച ശേഷം മാത്രമായിരുന്നു തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ സന്നിധാനത്തേക്കുള്ള പാതകളിൽ തന്നെ നിലയ്ക്കലിൽ വെച്ച് തന്നെ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലൊരു നിയന്ത്രണം വന്നു. അതിപ്പോഴും ഫലപ്രദമായി നടപ്പാവുന്നുണ്ടോ? അഭിലാഷ്, കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഇന്ന് ദർശനത്തിനെത്തുന്ന ആളുകളുടെ എണ്ണം എത്ര എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനം വെർച്വൽ ക്യൂ വന്നതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനനുസരിച്ച് അല്ലെങ്കിൽ ആനുപാതികമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ഈ തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമ്മൾ ഇന്ന് പകൽ സമയം കണ്ട മണിക്കൂറുകൾ നീണ്ട ക്യൂവും അതോടൊപ്പം തന്നെ തീർത്ഥാടകർ നേരിട്ട പ്രശ്നങ്ങളും. പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലിലും ഉണ്ടായ തീർത്ഥാടക ബാഹുല്യത്തിന് പുറമെ റോഡിൽ വലിയ തോതിൽ ഗതാഗതത്തിന് നിയന്ത്രണം വന്ന സ്ഥിതി ഉണ്ടായി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 6 മണിക്കൂറോളം സമയം പ്രത്യേകിച്ചും നിലയ്ക്കലിലും ഇലവങ്കലിനും ഇടയിലുള്ള തീർത്ഥാടന പാതയിൽ വാഹനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഏറെക്കുറെ 2.5 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 1.5 മണിക്കൂർ സമയം വരെ എടുത്ത സ്ഥിതി ഉണ്ടായി. പക്ഷേ വൈകുന്നേരം 6 മണിയോടുകൂടി ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽ വന്നതോടുകൂടി പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെട്ടു. ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലുണ്ടായി. ഒരുപക്ഷേ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ വിഷയം നിരീക്ഷിക്കുകയും പരിഹാര നടപടികൾക്ക് വേഗത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വൈകുന്നേരം 6 മണിയോടുകൂടി ഗതാഗതം സാധാരണ നിലയിലെത്തി. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വലിയ തോതിൽ വാഹനങ്ങളുടെ എണ്ണം എത്തി. അതിന് വരുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് പോകാത്ത സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ പമ്പയിലെ വലിയ തോതിലുള്ള തിരക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുറക്കുകയാണ്. അതോടുകൂടി സാധാരണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് ആശ്വാസകരമായ കാര്യമാണ്.